പശ്ചിമേഷ്യയിലേക്ക് പോയാൽ അവിടെ വെടിനിർത്തൽ കരാർ നീട്ടാൻ അമേരിക്കയും ഇറാനും ധാരണയായതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കരാർ അന്തിമമാക്കുന്നതിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി കാക്കുകയാണ് എന്നാണ് സൂചന. അതേസമയം ബുഷഹർ പ്രവിശ്യയിൽ അമേരിക്കൻ വിമാനം തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടു. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് ചേരുകയാണ്. മധു, പലതവണയായി നമ്മളിത് കേൾക്കുകയാണ്. സമാധാന കരാർ ഇപ്പോൾ ഒപ്പിടും, പക്ഷെ അതല്ല, ഇറാൻ മറ്റൊരു പ്രതികരണം നടത്തും. ഡൊണാൾഡ് ട്രംപ് ഒരു അവകാശവാദം ഉന്നയിക്കും, അതല്ല എന്ന് ഇറാൻ പറയും. ഇപ്പൊ ഏറ്റവും ഒടുവിൽ വരുന്നത് അമേരിക്കയുടെ വിമാനം തകർത്തതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. ഇതിനോട് അമേരിക്ക പ്രതികരിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ ഈ വെടിനിർത്തൽ കരാർ നീട്ടാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഗുഡ് മോർണിംഗ് അമൃത, പ്രവിത. ഈ വിമാനം തകർത്തതായിട്ട് ഇറാൻ അവകാശപ്പെട്ടെങ്കിൽ അമേരിക്ക അത് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്നാണ് അമേരിക്കൻ സൈന്യം വ്യക്തമാക്കുന്നത്. അതേസമയം ഈ അമേരിക്ക ഇറാൻ നയതന്ത്ര ചർച്ചകളിൽ വളരെ നിർണായക പുരോഗതി ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതായത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് അഥവാ ഒരു ധാരണാപത്രത്തിലേക്ക് നീങ്ങുകയാണെന്നുള്ള ഒരു സൂചനയാണ്. ഏതാണ്ട് 60 ദിവസത്തെ ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാറിനാണ് രണ്ട് രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. എങ്കിലും ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അന്തിമ അനുമതി നൽകിയിട്ടില്ല. അംഗീകാരം നൽകാൻ ട്രംപിന് ഏതാനും ദിവസങ്ങൾ കൂടി സമയം ആവശ്യമുണ്ടെന്നാണ് വൈറ്റ് ഹൗസിൽ നിന്നുള്ള സൂചനകൾ. അതേസമയം ഇറാൻ ഇതിനോട് ഇതുവരെ പരസ്യമായിട്ട് ഇത് സ്ഥിരീകരിച്ചിട്ടുമില്ല. ഇറാൻ മാധ്യമങ്ങൾ ഇത് പറയുന്നുണ്ട്. സമാധാന കരാറിൽ എത്തുവാൻ ഒരു രാഷ്ട്രീയ സമ്മർദ്ദമില്ലെന്ന് ട്രംപ് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കരാറിന്റെ പ്രാഥമിക രൂപരേഖ മാത്രമാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഈ കരാർ യാഥാർത്ഥ്യമായാൽ രണ്ട് രാജ്യങ്ങളും അവരുടെ വലിയ തർക്ക വിഷയങ്ങളുണ്ട്, വളരെ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളാണ്. അതിലേക്ക് കടക്കാനുള്ള വഴി തുറക്കാൻ സാധിക്കുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ ഒരു വിലയിരുത്തൽ. ഈ അമേരിക്ക ഇറാൻ പ്രാഥമിക ധാരണാപത്രവുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചകളിൽ ഇറാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഉൾപ്പെടുത്തിയായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. $300 ബില്യൺ ഒരു നിക്ഷേപ നിധി ഈ കരാറിൽ പറയുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ തുകയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നമുക്കും ലഭിച്ചിട്ടില്ല. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഈ കരാറിലേക്ക് രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ പുരോഗതി കൈവരിച്ചതായിട്ട് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു. അതേസമയം ഈ കരാറിൽ ഒപ്പുവയ്ക്കുവാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെയും അതിനായിട്ട് പ്രിപ്പയർഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു പൂർണ്ണ സജ്ജനായിട്ടില്ലെന്നാണ് വാൻസ് പറയുന്നത്. ഇതിനിടെ ഈ ആണവായുധ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അദ്ദേഹം പറയുന്നത് ആണവായുധങ്ങൾ നിർമ്മിക്കുവാൻ ഇറാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അത് മാത്രമല്ല, അന്താരാഷ്ട്ര സമൂഹത്തിന് എന്ത് ഉറപ്പുകൾ നൽകാനും ഇറാൻ തയ്യാറാണ്. എന്നാൽ അതൊന്നും അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ടുള്ള അത്തരം നയതന്ത്രം എല്ലാം അദ്ദേഹം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇത് കൂടാതെ ഇസ്രായേലിനെ കുറ്റപ്പെടുത്താൻ അദ്ദേഹം മറന്നില്ല. പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ സംഘർഷങ്ങൾക്കും കാരണം ഇസ്രായേൽ ആണെന്നാണ് ഇറാൻ പ്രസിഡന്റ് പറയുന്നത്. പ്രവിത, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.